കർത്താവിൻ്റെ അതിവിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 20-ാമത്തെ അധ്യായം അതിൻ്റെ 24-ാമത്തെ വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: എങ്കിലും ഞാൻ എൻ്റെ പ്രാണനെ വിലയേറിയതായി എണ്ണുന്നില്ല. എൻ്റെ ഓട്ടവും ദൈവകൃപയുടെ സുവിശേഷത്തിന് സാക്ഷ്യം പറയേണ്ടതിന് കർത്താവായ യേശു തന്ന ശുശ്രൂഷയും തികയ്ക്കണം എന്നേ എനിക്കുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ഇവിടെ പൗലോസ് അപ്പോസ്തലൻ പറയുകയാണ്, എനിക്ക് കഷ്ടത വരുമെന്നറിയാം, പക്ഷേ എനിക്ക് അതൊന്നും ഒരു വലിയ കാര്യമല്ല, കർത്താവ് തന്ന എൻ്റെ വേലയെ തികയ്ക്കണം എന്ന് പറയുന്നു. പ്രിയ ദൈവമക്കളെ, ഈ പൗലോസ് യെരുശലേമിലേക്ക് പോകുവാൻ ആത്മാവ് പറയുകയാണ്. പക്ഷെ അവിടെ ഉപദ്രവപ്പെടേണ്ടി വരും എന്നും ദൈവാത്മാവ് പറയുന്നു. പക്ഷേ സഭകളിൽ എല്ലാവരും അതിനെക്കുറിച്ച് അവിടെ ഉപദ്രവമുണ്ട്, പോകണ്ട എന്ന് തടുക്കുന്നു. അപ്പോൾ ഇങ്ങനെ എല്ലാം അറിയാം എന്നിട്ടും ദൈവാത്മാവ് അവിടെ പോകുക എന്ന് പറഞ്ഞതുകൊണ്ട് പൗലോസ് അവിടെ പോകുവാൻ തീരുമാനിച്ചു. കാരണം എന്തെന്ന് പറഞ്ഞാൽ, അവിടെ ഉപദ്രവമുണ്ടെങ്കിലും ഞാൻ കർത്താവിന് വേണ്ടി എൻ്റെ വേല തികയ്ക്കണം എന്നുള്ള ഒരു ഓട്ടമാണ്. അതിൻ്റെ ഇടയിൽ എൻ്റെ പ്രാണനെ പോലും ഞാൻ വിലയേറിയതായിട്ട് ഞാൻ എണ്ണുകയില്ല എന്ന് തൻ്റെ ശിഷ്യന്മാരോട് അല്ലെങ്കിൽ തൻ്റെ കൂട്ടുജോലിക്കാരോട് പറയുകയാണ്. പ്രിയ ദൈവമക്കളെ, അതേപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ കഷ്ടങ്ങൾ, വേദനകൾ, ഭാരങ്ങളുണ്ട്. ഇന്ന് പലരും നോർത്ത് ഇന്ത്യകളിൽ മിഷനറിയായി പോകുവാൻ മടിക്കും. കാരണം എന്തെന്ന് പറഞ്ഞാൽ അവിടെ ഉപദ്രവമുണ്ടെന്നറിയാം. എപ്പോഴാണ് ഏത് രൂപത്തിലാണ് അവിടെ ഉപദ്രവങ്ങൾ വരുന്നു എന്ന് ആർക്കും അറിയത്തില്ല. പക്ഷേ ഉപദ്രവം ഉണ്ടെന്നറിയാം. പക്ഷെ അതുകൊണ്ട് പലരും അവിടെ പോകുവാൻ മടിക്കും. പ്രിയ ദൈവമക്കളെ, പക്ഷേ ദൈവാത്മാവ് പറഞ്ഞിട്ടും പോകാതിരിക്കുന്നവരുമുണ്ട്. ഞാൻ പറയുന്നത്, ദൈവം നമുക്കൊരു ആലോചന തരുമ്പോൾ അവിടെ അത് കഷ്ടത നിറഞ്ഞതായാലും നമ്മുടെ പ്രാണനെ പോലും വിലയേറിയതായി കരുതാതെ നാം അത് തികയ്ക്കണം. നമ്മുടെ ജോലി തികച്ചാലേ നമുക്ക് ദൈവരാജ്യത്തിൽ ചെന്ന് ദൈവത്തോടു കൂടെ പങ്കടയുവാൻ പറ്റത്തുള്ളൂ. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഉപദ്രവമുണ്ട് എന്ന് പറഞ്ഞ് സുവിശേഷത്തിൽ നിന്ന് മാറി നിൽക്കുന്നതല്ല. നാം നിങ്ങൾക്ക് ലോകത്തിൽ കഷ്ടത ഉണ്ട്, എങ്കിലും നിങ്ങൾ ധൈര്യപ്പെടുവിൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ യേശു നമ്മോടിരിക്കുമ്പോൾ ഏത് കഷ്ടതയിൽ കൂടെയും പുറത്തു വരുവാൻ ദൈവം നമുക്ക് കൃപ ചെയ്യും. ആയതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, കഷ്ടതയോ പട്ടിണിയോ നഗ്നതയോ കണ്ണുനീരോ എന്ത് തന്നെ വരട്ടെ, ഒരുപക്ഷെ സുവിശേഷത്തിൻ്റെ രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ കുടുംബത്തിലെ ഉള്ള പ്രശ്നങ്ങളായിരിക്കാം, കുടുംബത്തിലുള്ള കണ്ണുനീരുകളായിരിക്കാം. എന്ത് തന്നെ ആയാലും ഒരു വിശ്വാസിയായി ദൈവസന്നിധിയിൽ വന്ന നിങ്ങൾ വിശ്വാസത്തെ വിട്ട് പിന്മാറാതെ ഈ കഷ്ടതയിൽ കൂടെ കടന്നു പോകേണ്ട ഒരു കൃപ ദൈവത്തോട് ചോദിച്ച് അങ്ങനെ കടന്നുപോയി ദൈവ നന്മ പ്രാപിച്ചുകൊണ്ട് ദൈവരാജ്യത്തിൽ ചെന്ന് ചേരുവാൻ നമുക്ക് ഓരോരുത്തർക്കും ദൈവം കൃപ നൽകട്ടെ. പ്രാർത്ഥിക്കാം. ഞങ്ങൾ അതിവാത്സല്യമായി സ്നേഹിച്ച് വഴി നടത്തുന്ന സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ദൈവമേ, ഈ വചനം കേട്ടുകൊണ്ടിരുന്ന ഓരോത്തിൻ്റെ മക്കളെ അപ്പൻ്റെ കരങ്ങൾ തരുന്ന കർത്താവേ, ഇവർ ഏത് രീതിയിലാണ് ഉപദ്രവപ്പെടുന്നതെന്ന് എനിക്കറിയത്തില്ല. കർത്താവേ, ലോകപ്രകാരമായിട്ട് തൻ്റെ കുടുംബജീവിതത്തിൽ കഷ്ടത അനുഭവിക്കുന്നുവോ, അല്ലെങ്കിൽ കർത്താവെ തൻ്റെ സുവിശേഷ പാതയിൽ കഷ്ടത അനുഭവിക്കുന്നുവെന്ന് എനിക്കറിയത്തില്ല. ഏത് കഷ്ടതയായാലും കർത്താവെ, പ്രാണനെ പോലെ കർത്താവെ വിലയേറിയതായി കരുതാതെ അങ്ങയ്ക്ക് വേണ്ടി നിൽപ്പാൻ, വിശ്വാസത്തിൽ ഊർതിയുള്ളവരായി നിൽപ്പാൻ കർത്താവെ, അങ്ങേ കർത്താവെ ത്യജിച്ച് പറയാതെ കർത്താവെ അന്ത്യത്തോളം നിലനിന്നാൽ എനിക്ക് ദൈവത്തിൻ്റെ കയ്യിൽ നിന്ന് കിരീടങ്ങളെ പ്രാപിക്കുവാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോട് ഓരോരുത്തരും മുമ്പോട്ട് ചെല്ലുവാനുള്ള കൃപ അങ്ങ് നൽകി കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ പ്രാർത്ഥന കൃപയോട് കേട്ട് മറുപടി നൽകി തരണം നല്ല പിതാവേ. ആമേൻ.